പടിയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പ്രകൃതി കൃഷിക്കൂട്ടം രണ്ടാം വിള നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം ബ്ലാത്തൂർ വയലിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ കെ രാജീവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സുരേഷ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ മിനി ചടങ്ങിൽ പങ്കെടുത്തു. കാർഷിക വികസന പരിപാടിയുടെ ഭാഗമായിട്ടാണ് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ ബ്ലാത്തൂരിൽ പ്രവർത്തിക്കുന്ന പ്രകൃതി കൃഷിക്കൂട്ടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ബ്ലാത്തൂർ വയലിലെ തരിശായി കിടന്നതും വ്യത്യസ്തങ്ങളായ കർഷകരുടെ കൈകളിലുള്ളതുമായ വയലുകളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ കൃഷി ഇറക്കുകയുണ്ടായി. വളരെ ഉത്സവാന്തരീക്ഷത്തിലാണ് അന്ന് കൃഷി ഇറക്കിയത്. ഇന്ന് അതിൻ്റെ കൊയ്ത്തുത്സവമാണ്. ഈ പ്രകൃതി കൃഷിക്കൂട്ടത്തിൻ്റെ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കുന്നത്. വിജയകരമായ നിലയിൽ ഈ കൃഷി തുടങ്ങാനും അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നതാണ് ഇന്നത്തെ കൊയ്ത്തുത്സവം നടക്കുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നത്. പടിയൂർ കൃഷിഭവൻ്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും എല്ലാം നിരന്തരമായ സഹായവും ഇടപെടലിൻ്റെയും ഭാഗമായി പ്രകൃതി കൃഷിക്കൂട്ടത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിൽ നല്ല സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഇരിക്കൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രേഖ കെ ജെ, കല്യാട് കൃഷി ഓഫീസർ നിത്യ, കുറ്റ്യാട്ടൂർ കൃഷി ഓഫീസർ സുജേഷ് ബാബു, 1-ാം വാർഡ് മെമ്പർ സവിത കെ, കിഴക്കേക്കര പാടശേഖര സമിതി പ്രസിഡന്റ് കെ ഷാജി, കെ പി രാഘവൻ, സി വി തമ്പാൻ, കെ ചന്ദ്രൻ, രവീന്ദ്രൻ കെ, പി കെ കുഞ്ഞികൃഷ്ണൻ, പി കുഞ്ഞികൃഷ്ണൻ, ഫൽഗുനൻ കെ പി തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ജയലക്ഷ്മി ചടങ്ങിന് നന്ദി പറഞ്ഞു. 24 പേരടങ്ങിയ ഒരു കൃഷിക്കൂട്ടം, പ്രകൃതി കൃഷിക്കൂട്ടം എന്ന പേരിൽ പടിയൂർ പഞ്ചായത്തിൽ 2-ാം വാർഡിൽ ആരംഭിച്ചിട്ട് 1 വർഷം കഴിയുകയാണ്. അപ്പോൾ അതിൽ 24 പേരും ചേർന്ന് ആദ്യം തന്നെ നല്ലൊരു പച്ചക്കറി കൃഷി നടത്തി. അത് വളരെ വിജയകരമായിരുന്നു. അതിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും എല്ലാ ഭാഗത്തും ഉണ്ടായി. അതിനുശേഷം തുടർച്ചയെന്നോണമാണ് ഞങ്ങൾ വലിയൊരു ടാസ്ക്, ഒരു 12 ഏക്കർ ബ്ലാത്തൂർ വയൽ വർഷങ്ങളായി തരിശായി കിടക്കുന്ന വടക്കേക്കര പാടശേഖരത്തിൽ എന്ന് പറയാം, തരിശായി കിടക്കുന്ന ഒരു ഭാഗം കൃഷിക്ക് വേണ്ടി ഏറ്റെടുത്ത് അതിൻ്റെ പേരിൽ ഞങ്ങൾ കഴിഞ്ഞ 5.5 മാസമായി ഇവിടെ വളരെയധികം, കാരണം ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് ഐക്യത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി 22 പേരും ചേർന്ന് ഈ കൃഷി പ്രവർത്തനമായി മുന്നോട്ട് പോയി. ഇന്നിപ്പം അതിൻ്റെ ഞാറ്റടി കഴിഞ്ഞ് അതിൽ ചോറ്റടി എന്നുള്ള രീതിയിലേക്ക് ഏറ്റവും ഒടുവിൽ അതിൻ്റെ കൊയ്ത്തുത്സവത്തിൻ്റെ ആ ഭാഗമായിട്ടുള്ള ദിവസമാണ് ഇന്ന്. അതിൻ്റെ ഉത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇതുവരെ ബ്ലാത്തൂർ വയലിൽ ഇറങ്ങാത്ത ഈ കൊയ്ത്ത് യന്ത്രം ഇറങ്ങിക്കൊണ്ടുള്ള ഒരു വലിയ കൊയ്ത്ത് ഉത്സവമാണ് നടക്കുന്നത്.
അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. കാരണം ഈ പറയുന്ന ഒരുപാട് പ്രോത്സാഹനം കിട്ടി. ഞങ്ങൾ അധ്വാനത്തിൻ്റെ ഫലം ഇവിടെ കാണാനുണ്ട്. പ്രത്യക്ഷത്തിൽ നല്ല മേനി ഉണ്ട്. അത് ഫലപ്രാപ്തിയിലെത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു വിജയം പൂർണ്ണമായി കഴിയും. എല്ലാവിധ പിന്തുണയും എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, കൃഷി ഓഫീസർമാരുടെ ഭാഗത്തുണ്ടായി, നാട്ടുകാരിൽ നിന്നുണ്ടായിട്ടുണ്ട്, പരിസരവാസികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഫെയർ ഡൈനേഴ്സ് കേരള എന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജൈവ കർഷക സംഘടന, ഏതാണ്ട് 5000 അംഗങ്ങളുള്ള ജൈവ കർഷക സംഘടനയാണ് ഞങ്ങൾക്ക് 3 ലക്ഷം രൂപ പലിശരഹിത വായ്പ ഈ കൃഷി സംരംഭത്തിന് സഹായിച്ചെന്നുള്ളത്. അവരുടെ സേവനം ഈ സമയത്ത് വളരെയധികം വിലപ്പെട്ടതാണ്. അങ്ങനെ എല്ലാവരുടെയും ഭാഗത്തുള്ള പൂർണ്ണ സഹായത്തോടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ ഇതൊരു പ്രചോദനമാക്കിക്കൊണ്ട് പുതിയ തലമുറക്ക് കൃഷി എങ്ങനെ ചെയ്യാം, അതെങ്ങനെ ഫലപ്രാപ്തി എത്തിക്കാം എന്നുള്ള ഒരു മാർഗ്ഗരേഖയായിക്കൊണ്ട് ഈ കൃഷി തുടർച്ചയെന്നുള്ള അടുത്ത ഘട്ടവും കൂടി ഞങ്ങൾ ഇതിൻ്റെ വിപുലീകരിച്ച രീതിയിൽ നടത്താനുള്ള ആഗ്രഹത്തിലാണ്. അതിന് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഈ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രകൃതി കൃഷിക്കൂട്ടം ഞങ്ങൾ ബ്ലാത്തൂരിന് മാത്രമല്ല നമ്മുടെ ഈ കണ്ണൂർ ജില്ലയ്ക്ക് തന്നെ മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ്. മുമ്പ് പച്ചക്കറി കൃഷി 1 ഏക്കറോളം, ഇപ്പോൾ 12 ഏക്കർ നെൽകൃഷി, അതും പൂർണ്ണമായിട്ടും ജൈവ കൃഷി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് വിപണിയിൽ കിട്ടുന്ന എല്ലാ അരി സാമാനങ്ങളും പച്ചക്കറിയും ഒക്കെ വിഷം നിറഞ്ഞതാണ്. ആ സ്ഥാനത്ത് നല്ല ഭക്ഷണം നൽകുക, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്കും പരമാവധി നല്ല ഭക്ഷണം എത്തിക്കുക എന്നുള്ള ഒരു സദ്ദേശം കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. കിളികളുടെ ആയാലും പന്നിയുടെ ആയാലും ശല്യങ്ങളൊക്കെ വിള ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു സഹായമായിട്ട് ലഭിച്ചിട്ടില്ല. കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ വിചാരിച്ചതിലപ്പുറം വിള ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇത് പൊതുജനങ്ങളിലേക്ക് ഈ മാതൃക എത്തിക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഒരു ഉദ്ദേശമാണ്. നമ്മുടെ പ്രകൃതി കൃഷിക്കൂട്ടം 12 ഏക്കറിൽ നടത്തുന്ന തരിശ് രഹിത നെൽകൃഷീൻ്റെ കൊയ്ത്ത് ഉത്സവമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, കൃഷി ഓഫീസർ എല്ലാവരും വന്ന് ഉദ്ഘാടനം ചടങ്ങൊക്കെ കഴിഞ്ഞു. നമ്മൾ ആ ഒരു 22 പേരടങ്ങിയ ഒരു ഗ്രൂപ്പിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നമുക്ക് ഈ നെല്ലിൽ കാണാനുണ്ടെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവരെയും ആ ഒരു വാക്കുകൾ നമുക്കൊരു പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് ഇനി വരും സമയങ്ങളിലുള്ള കൃഷി ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയൊരു എല്ലാവരും കൂടെ ഒന്ന് കൂടി ആലോചിച്ചിട്ട് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതിനെ പറ്റി ഞങ്ങളൊരു വിശദമായൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും ഇതേ രീതിയിൽ തന്നെ കൂട്ടായ പ്രവർത്തനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് എനിക്ക് ഈ അവസരം പറയാനുള്ളത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബോബി ചിമണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് for 162 years.